ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കിയാലോ. അതിനാദ്യം 2 ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അരപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മളിപ്പം മസാല തേച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സവാളയും ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഉടഞ്ഞു ചേരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അത് ഉടഞ്ഞു ചേർന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാവുന്നതാണ്.